പല മോട്ടിവേഷൻ വീഡിയോസിലും അതേപോലെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസുകളിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളെ ലൈഫിലേക്ക് സന്തോഷം കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കണം. സെൽഫ് ലവ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനടക്കം എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. ഇപ്പം നമ്മൾ നമ്മളെ കണ്ണാടിൻ്റെ മുമ്പിലേക്ക് നോക്കി വാവ് ഞാൻ ബ്യൂട്ടിഫുൾ ആണ്, അതേപോലെ നമ്മൾ ഒരുങ്ങി നടക്കുക, അതേപോലെ നമ്മൾ നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് നടക്കുക. ഇത് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടും. ഇപ്പം ഞാൻ ഒരുങ്ങി നടക്കുന്നതാണ് എൻ്റെ മനസ്സിൽ സംതൃപ്തിയെങ്കിൽ ഇതെൻ്റെ കോൺഫിഡൻസ് കൂട്ടും. ഞാൻ അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ കോൺഫിഡൻസ് കൂട്ടും. പക്ഷെ അത് സെൽഫ് ലവ് അല്ല. എന്നെ സ്നേഹിക്കുന്നത് എന്നെ ഒരുക്കിയിട്ടോ അല്ലെങ്കിൽ ഞാൻ നല്ല വസ്ത്രങ്ങൾ ഇട്ടിട്ടോ ഇതല്ല സെൽഫ് ലവ് എന്ന് പറയുന്നത്. പലപ്പോഴും പലരും അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. സെൽഫ് ലവ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊക്കെ ലൈഫിൽ ഞാനിപ്പോൾ നല്ല ഫാറ്റാണ്, ഞാൻ പുറത്തേക്ക് റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് രണ്ടുപേരും എന്നെ നോക്കുന്ന സമയത്ത് ഞാൻ വല്ലാതെ ഒന്ന് കുനിയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഞാൻ തടിച്ചിട്ടാണെന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ ഉള്ളിലെ കുറവുകളെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഉള്ളിലെ എല്ലാ കാര്യങ്ങളെയും സ്നേഹിക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു സെൽഫ് ലവ് എന്ന് പറയുന്ന സംഭവം ആകണത്. അല്ലാതെ നമ്മൾ സെൽഫ് ലവ് നമ്മൾ ഒരുക്കുക, നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് വേണ്ടി വാങ്ങുക, നമുക്ക് വേണ്ടി ചെയ്യുക, ഇതല്ല സെൽഫ് ലവ്. എൻ്റെ ഉള്ളിലെ പോരായ്മകളെ ഞാൻ സ്നേഹിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ സെൽഫ് ലവ്. ഒരു എക്സാമ്പിൾ കൂടെ പറയാം. ഇപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു സാധാരണക്കാരൻ്റെ കുഞ്ഞിന് ചിലപ്പോൾ എടുത്തിട്ട് പോകാൻ ബാഗ് ഉണ്ടാവണമെന്നില്ല. അവൻ സഞ്ചിയിലായിരിക്കാം ബുക്സ് കൊണ്ടുപോകുന്നുണ്ടാവുക. അവൻ ആ ക്ലാസ്സിലേക്ക് കയറി പോണ സമയത്ത് വളരെയധികം വിഷമിക്കും, എനിക്കില്ലല്ലോ ബാഗ് എന്ന് ഓർത്തിട്ട്. പക്ഷെ എൻ്റെ അവസ്ഥ ഇതാണ്, എനിക്ക് സഞ്ചിയെങ്കിലും ഉണ്ടല്ലോ ബുക്ക് ഇട്ട് കൊണ്ടുപോകാനുള്ള ഒരു സംതൃപ്തി മനസ്സിനെ പഠിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് സെൽഫ് ലവ്. നമ്മുടെ അവസ്ഥയും നമ്മുടെ സാഹചര്യങ്ങളെയും നമ്മുടെ കാര്യങ്ങളും ഓർത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ പറ്റുമ്പോഴാണ് ശരിക്കും സെൽഫ് ലവ് എന്ന് പറയുന്ന കാര്യം നമ്മുടെ ലൈഫിൽ കംപ്ലീറ്റ് ആവുന്നതും നമ്മുടെ ലൈഫിലേക്ക് ഹാപ്പിനെസ് കടന്നു വരുന്നതും.